അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം ശാലിയാത്തി റളിയല്ലാഹു അൻഹു ഫത്വാകൾ നൽകാൻ അവലംബിച്ചിരുന്ന കിതാബുകൾ. അബു സഅദാത്ത് ശിഹാബുദ്ദീനി അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു 4 മദ്ഹബുകൾ പ്രകാരം ഫത്വാകൾ നൽകിയിരുന്നു. നാലു മദ്ഹബുകളിലും ഉള്ള ആളുകൾ മഹാനോട് ഫത്വാകൾ ചോദിക്കാറുണ്ടായിരുന്നു. മഹാനവറുകൾ ഫത്വാകൾ നൽകാറുണ്ടായിരുന്നു. ഓരോ മദ്ഹബിലും ഫത്വ നൽകുമ്പോൾ അവലംബിച്ചിരുന്ന കിതാബുകൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഫത്വാകൾ നൽകുമ്പോൾ ശാലിയാത്തി റളിയല്ലാഹു അൻഹു സാധാരണ അവലംബിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? മിൻഹാജുത് ത്വാലിബീൻ, തുഹ്ഫത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ്, മുഗ്നിൽ മുഹ്താജ്, മഹല്ലി, കൻസുർ റാഗിബീൻ, മൻഹജ്, ബുജൈരിമി, ജമൽ, ഖൽയൂബി, അമീറ, ഷർവാനി, ഇബ്നു ഖാസിം, ബാജൂരി, ഷർഹുൽ മുഹദ്ദബ്, ഖുർറത്തുൽ ഐനി, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയ ഖുർറത്തുൽ ഐനി, ഫത്ഹുൽ മുഈൻ, ഇആനത്തുത് ത്വാലിബീൻ, ബാഫള്, ഈ കിതാബുകളാണ് ഫത്വാകൾ നൽകാൻ അവലംബിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ അവലംബിച്ചിരുന്നത് മിൻഹാജു ത്വാലിബീൻ, തുഹ്ഫത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ് എന്നിവയാണ്. പിന്നെ ഓരോ വിഷയങ്ങൾക്കനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പല കിതാബുകളും അവലംബിച്ചിരുന്നു. ശാലിയാത്തി റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബ് പ്രകാരം ഫത്വ നൽകാൻ അവലംബിച്ചിരുന്ന കിതാബുകൾ: തൻവീറുൽ അബ്സ്വാർ, അദ്ദുറുൽ മുഖ്താർ, റദ്ദുൽ മുഹ്താർ, ഹിദായ, ബിദായ, മുഖ്തസറുൽ ഖുദൂരി എന്നീ കിതാബുകളാണ്.
ഷാലിയാത്തി റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബ് പ്രകാരം ഫത്വ നൽകാൻ കൂടുതൽ അവലംബിച്ചിരുന്ന കിതാബുകൾ: ഒന്ന്, ഷംസു ഷുമൂസി വൽ അഖ്മാർ; രണ്ട്, ഹിദായത്തുൽ മുജ്തഹിദ്; മൂന്ന്, മുഖ്തസറുൽ ഖലീൽ; നാല്, സഅദു ഷുമൂസ്. ഷാലിയാത്തി റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബ് പ്രകാരം ഫത്വ നൽകാൻ കൂടുതൽ അവലംബിച്ചിരുന്ന കിതാബുകൾ: ഒന്ന്, ദലീലു ത്വാലിബ്; രണ്ട്, നൈലുൽ മആരിബ്; മൂന്ന്, അസ്സാദുൽ മുസ്തഖ്നഇ; നാല്, അർ-റൗളുൽ മുറബ്ബഅ. ഞാനിപ്പോൾ പറഞ്ഞ കിതാബുകളുടെ പേരുകൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഇവയിൽ ഷാഫിഈ മദ്ഹബിലെ കിതാബുകൾ നമുക്ക് കൂടുതൽ പരിചയമുള്ളവയാണ്. മറ്റു മദ്ഹബുകളിലെ കിതാബുകൾ അത്ര തന്നെ പരിചയമുണ്ടാവില്ല. ഈ പറഞ്ഞ എല്ലാ കിതാബുടെയും പേരുകൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ പള്ളി, കോളേജ്, ലൈബ്രറികളിൽ ഇവയിൽ ഏതെല്ലാം കിതാബുകളാണ് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ലൈബ്രറികളിൽ ഇല്ലാത്ത കിതാബുകൾ അന്വേഷിച്ച് കണ്ടെത്താനും അവ വാങ്ങി നമ്മുടെ ലൈബ്രറികളിൽ വെക്കാനും ഒഴിവ് കിട്ടുമ്പോൾ അവ മുത്വാലഅ ചെയ്യാനും നാം സന്നദ്ധരാവണം. ഈ കിതാബുകളും മറ്റു കിതാബുകളും നന്നായി മുത്വാലഅ ചെയ്യാനും അങ്ങനെ ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും മറ്റുള്ളവർ നമ്മളോട് മസ്അലകൾ ചോദിക്കുമ്പോൾ നന്നായി ഉറപ്പുവരുത്തിയ ശേഷം പറഞ്ഞു കൊടുക്കാനും വല്ല സംശയവുമുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കിതാബുകളിൽ നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഇരുലോകത്തും ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.